ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകും. പ്രഖ്യാപനമുടൻ KPCC ഹൈക്കമാൻഡിന് കൈമാറിയത് ഒറ്റ പേര് മാത്രം. ആര്യടന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു കോൺഗ്രസ്. അൻവറിനെ തഴഞ്ഞു. നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നൃപൻ, ഇന്ന് രാവിലെയുള്ള പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നതിലേക്ക് നീളുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ആര്യടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് നേതൃത്വം എത്തിച്ചേരുകയാണോ? തീർച്ചയായും പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ തർക്കം മുറുകി. ആര്യാട ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാട് PV അൻവർ സ്വീകരിച്ചു. ഇതോടുകൂടി വലിയ തരത്തിലുള്ള തർക്കമുണ്ടായിരുന്നു. VS ജോയി ആയിരുന്നു ആദ്യം കോൺഗ്രസ് പരിഗണിച്ചിരുന്നത് എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായി. തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ അൻവറിൻ്റെ വാശിക്ക് മുന്നിൽ വഴങ്ങണ്ട എന്ന നിലപാട് അവസാനം ഹൈക്കമാൻഡും കേരളത്തിലെ ലീഡർഷിപ്പും എടുത്തു എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ആര്യാട ഷൗക്കത്ത് വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഘട്ടമുണ്ടായി. അദ്ദേഹം ഈ കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയും കൊണ്ടുണ്ടായിരുന്നു. ഇതുകൂടി പരിഗണിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഉള്ള ഉപാധി എന്ന് പറയുന്നത് ആര്യാട ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതാണ് എന്ന നിഗമനത്തിലെത്തി. അവസാനം ഒറ്റ പേര് മാത്രമാണ് ഹൈക്കമാൻഡിന് AICCക്ക് അയച്ചിട്ടുള്ളത്. ആ പേരിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു തരത്തിലുള്ള എതിർപ്പും അറിയിക്കാനുള്ള സാധ്യതയില്ല. കാരണം സാങ്കേതികമായിട്ടുള്ള അറിയിപ്പ് മാത്രമേ വരാനുള്ളൂ. വൈകിട്ടോടുകൂടി ഏകദേശം രാത്രിയോടുകൂടി ഒരു 1-2 മണിക്കൂറിനകത്ത് തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് അതിൻ്റെ ഉത്തരവ് ഔദ്യോഗികമായി KPCCക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനവും നേതാക്കൾ നടത്തും. പക്ഷേ ആര്യാട ഷൗക്കത്തിനോട് കേരളത്തിലെ KPCC നേതൃത്വം താങ്കളുടെ പേരാണ് AICCക്ക് അറിയിച്ചിട്ടുള്ളതെന്നും താങ്കളാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ആര്യാട ഷൗക്കത്ത് കാത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നൃപൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജോയിയുമായി ബന്ധപ്പെട്ട അങ്ങനെ 2 പേരുകൾ പരിഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ രാവിലെ അടക്കം ജോയിയുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങൾ ഷൗക്കത്തിലേക്ക് പോകുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രതിഷേധത്തെ കുറിച്ചുള്ള സൂചനകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനേക്കാളും വലിയ പടപ്പുറപ്പാട് ആര്യടൻ ഷൗക്കത്ത് വിഭാഗം നടത്തി എന്നുള്ളതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അപ്പോൾ ജോയിയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അനുനയിപ്പിക്കാം എന്നൊരു നിഗമനം, ഒരു തീരുമാനം, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എത്തി എന്നുള്ളതാണോ? ആര്യടൻ ഷൗക്കത്തിനെ പിണക്കിയാൽ അത് ബുദ്ധിയാകില്ല എന്നൊരു നിഗമനത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. 2 പേരുകളിൽ പാർട്ടിക്ക് വിധേയനായി പോകാൻ സാധ്യതയുള്ള ആളാരാണ്, പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ആളാരാണ് എന്ന തരത്തിലുള്ള ചോയ്സാണ് പാർട്ടി പരിശോധിച്ചത്. ആര്യാട ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായില്ല എങ്കിൽ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകും, കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന കാര്യം പാർട്ടി ലീഡർഷിപ്പിനെയും KPCC അധ്യക്ഷനെയും ആര്യാട ഷൗക്കത്ത് എന്നെ അറിയിച്ചു. പക്ഷേ ജോയിയെ സംബന്ധിച്ച് അതൃപ്തിയുണ്ട്. കാരണം PV അൻവറും മാത്രമല്ല ചില പ്രധാനപ്പെട്ട മേലധ്യക്ഷന്മാരടക്കം ജോയിയുടെ പേര് മുന്നോട്ട് വച്ചിരുന്നു. ആ ഒരു ആത്മവിശ്വാസം ജോയിക്കുണ്ടായിരുന്നു. VS ജോയിയെ സംബന്ധിച്ചിടത്തോളം DCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട നിലവിൽ ചുമതലയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ചെറുപ്പക്കാരനാണ്, ഭാവിയുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോയിയെ വഴക്കാം, ആര്യാട ഷൗക്കത്ത് പാർട്ടിക്ക് വഴങ്ങാനുള്ള സാധ്യത വിരളമാണ് എന്നുകൂടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷൗക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഷൗക്കത്ത് എന്ന് പറയുന്നത് PV അൻവറുമായിട്ടുള്ള 2 ദ്വന്ദ്വങ്ങളാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ PV അൻവർ 2016 പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇവർ തമ്മിലുള്ള വലിയ തരത്തിലുള്ള പോര് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മലബാറിലുണ്ട്. ഒരു കാരണവശാലും PV അൻവറിന് ഷൗക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഷൗക്കത്ത് PV അൻവർ പോരാട്ടം നിലനിൽക്കുന്ന പരസ്പരം വാശിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിൽ അവസാനം ഷൗക്കത്തിനെ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. ഇത് മറ്റൊരു മറുപടി കൂടിയാണ് PV അൻവറിന് നൽകുന്നത്. തങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് പ്രത്യേകിച്ച് നിലമ്പൂർ തയ്യാറാകുന്നില്ല എന്നതാണ്. വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള വെല്ലുവിളി കൂടിയാണ് PV അൻവർ നേരത്തെ നടത്തിയിരുന്നത്. നേരത്തെ മുന്നണിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെ LDF മുന്നണി വിട്ട ഘട്ടത്തിൽ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ആരാകണം, രാജിവെച്ച ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന നിർദ്ദേശം പ്രഖ്യാപനം കൂടി PV അൻവർ നടത്തിയിരുന്നു. അത് ജോയിയുടെ പേരാണ്. ജോയിയെ മുന്നിൽ നിർത്തി ഒരു സമ്മർദ്ദം കൂടി അൻവർ നടത്തി. അങ്ങനെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാൽ ഭാവിയിലേക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ PV അൻവറിലേക്ക് പോകും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൂടി KPCC ഒപ്പം തന്നെ AICC നേതൃത്വവും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പക്ഷേ അൻവറിനെ പരമാവധി വഴങ്ങി കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും ഇനി കോൺഗ്രസ് നടത്തുക. പക്ഷേ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് അൻവർ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി അവിടെ മലപ്പുറത്ത് നിന്ന് വരുന്നത്. സോലിഹ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.